ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കുള്ള വിവിധ പോസ്റ്റുകളിലെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പൽ 225 വേക്കൻസി, PGT 1460 വേക്കൻസി, TGT 3962 വേക്കൻസി, ഫീമെയിൽ സ്റ്റാഫ് നഴ്സ് 550 വേക്കൻസി, ഹോസ്റ്റൽ വാർഡൻ 635 വേക്കൻസി, അക്കൗണ്ടന്റ് 61 വേക്കൻസി, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ക്ലർക്ക് 228 വേക്കൻസി, ലാബ് അറ്റൻഡന്റ് 146 വേക്കൻസി, മൊത്തം 7267 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസികളും റിലീസായിട്ടുണ്ട്. ഹോസ്റ്റൽ വാർഡൻ 346 വേക്കൻസി, ഹോസ്റ്റൽ വാർഡൻ ഫീമെയിൽ 289 വേക്കൻസി, ഫീമെയിൽ സ്റ്റാഫ് നഴ്സ് 550 വേക്കൻസി, അക്കൗണ്ടന്റ് 61 വേക്കൻസി, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 228 വേക്കൻസി, ലാബ് അറ്റൻഡന്റ് 146 വേക്കൻസി, മൊത്തം 1620 നോൺ ടീച്ചിങ് പോസ്റ്റുകളുടെയും വേക്കൻസികൾ റിലീസായിട്ടുണ്ട്. എല്ലാ പോസ്റ്റുകളിലേക്കും OMR ബേസ്ഡ് എക്സാം വഴിയായിരിക്കും സെലക്ഷൻ നടക്കുന്നത്. ഓരോ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. പ്രിൻസിപ്പൽ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 50 വയസ്സാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. ഇത് കൂടാതെ BEd ഉണ്ടായിരിക്കണം. ഇതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രിൻസിപ്പലായിട്ടോ വൈസ് പ്രിൻസിപ്പലായിട്ടോ PGT അല്ലെങ്കിൽ ലെക്ചറായിട്ടോ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറാണ്. മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സാണ്. SC ST OBC കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ക്വാളിഫിക്കേഷൻ വരുന്നത് പോസ്റ്റ് ഗ്രാജുവേഷനാണ്. ഇതോടൊപ്പം BEd ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്ത പോസ്റ്റ് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറാണ്. മാക്സിമം ഏജ് 35 വയസ്സ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഗ്രാജുവേഷൻ ഡിഗ്രിയാണ്. ഇതോടൊപ്പം BEd ഉണ്ടായിരിക്കേണ്ടതാണ്. CTET എക്സാം ക്വാളിഫൈ ആയിരിക്കണം. അടുത്ത പോസ്റ്റ് ആർട്ട് ടീച്ചറാണ്. 35 വയസ്സാണ് മാക്സിമം ഏജ് വരുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിംഗ് ഓർ സ്കൾപ്ചർ ഓർ ഗ്രാഫിക് ആർട്ട് ഓർ ഫൈൻ ആർട്സ് ഓർ വിഷ്വൽ ആർട്ടാണ്. അടുത്ത പോസ്റ്റ് മ്യൂസിക് ടീച്ചർ. മാക്സിമം ഏജ് 35 വയസ്സ്. ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മ്യൂസിക് ഓർ പെർഫോമിംഗ് ആർട്സ് ആണ് വേണ്ടത്. അടുത്ത പോസ്റ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഓർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് ആണ്. മാക്സിമം ഏജ് വരുന്നത് 35 വയസ്സാണ്. അടുത്ത പോസ്റ്റ് ലൈബ്രറിയനാണ്. 35 വയസ്സ് മാക്സിമം ഏജ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത പോസ്റ്റ് ഫീമെയിൽ സ്റ്റാഫ് നഴ്സാണ്. മാക്സിമം ഏജ് വരുന്നത് 35 വയസ്സാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് BSc ഹോണേഴ്സ് ഇൻ നേഴ്സിംഗ് അല്ലെങ്കിൽ റെഗുലർ കോഴ്സ് ഇൻ BSc നേഴ്സിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത പോസ്റ്റ് ഹോസ്റ്റൽ വാർഡൻ. മാക്സിമം ഏജ് 35 വയസ്സ്. ക്വാളിഫിക്കേഷൻ വരേണ്ടത് ഗ്രാജുവേഷനാണ്. അടുത്ത പോസ്റ്റ് അക്കൗണ്ടൻറ്റ്. മാക്സിമം ഏജ് 30 വയസ്സ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷനാണ്. അടുത്ത പോസ്റ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ് ആണ്. അടുത്ത പോസ്റ്റ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ്. മാക്സിമം ഏജ് വരുന്നത് 30 വയസ്സാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ആണ്. അടുത്ത പോസ്റ്റ് ലാബ് അറ്റൻഡൻ്റ് ആണ്. 30 വയസ്സ് മാക്സിമം ഏജ്. +2 സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നിക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ആപ്ലിക്കേഷൻ ഫീ ഡീറ്റെയിൽസ് നോക്കാം. ഫീമെയിൽ SC ST PWD കാൻഡിഡേറ്റ്സിന് എല്ലാ പോസ്റ്റുകളിലേക്കും പ്രോസസ്സിംഗ് ഫീ മാത്രമായിട്ടുള്ള 500 രൂപ മാത്രമാണ് വരുന്നത്. ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിനും പ്രിൻസിപ്പൽ പോസ്റ്റിന് 2500, PGT ഓർ TGT കോഴ്സിന് 2000, നോൺ ടീച്ചിങ് സ്റ്റാഫിന് 1500 ആണ് ഫീസ് വരുന്നത്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 23, 2025. സോ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. കേരളത്തിലും ഏകലവ്യ മോഡൽ സ്കൂൾസ് 3 എണ്ണം വരുന്നുണ്ട്. സോ കേരളത്തിലും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.